ക്ഷണിക്കുന്നു. നമുക്ക് ആ പാട്ട് ശ്രമിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടും. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിടുമേ. എന്റെ കാൽവരി നായകനേശു മതി, എന്റെ പാപങ്ങളകറ്റിടുവാൻ. എന്റെ കാൽവരി നായകനേശു മതി, എന്റെ പാപങ്ങളകറ്റിടുവാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകന്നിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകന്നിടുമേ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. താങ്ക് യു. Thank you. God bless you. Thank you for beautiful song. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാട്ടിന്റെ ഓരോ വരികൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ പുതിയ പാട്ട് പാടുവാൻ, സ്തോത്ര സ്വരം കേൾപ്പിക്കുവാൻ, സ്തോത്രത്തോടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ കരങ്ങൾ നീട്ടുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, നമ്മുടെ മധ്യത്തിലേക്ക് മഹാരാജാവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളുന്നത്. ഓ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ആശ്വാസം തരുവാൻ, സൗഖ്യം തരുവാൻ ഓ നമ്മുടെ കർത്താവ് എത്ര മനസ്സലിവുള്ള ദൈവമാവുന്നു. ഹല്ലേലൂയ. ആകാശം ചായ്ച്ച് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാവുന്നു. രാത്രികാലായിട്ട് ഓരോ വരികളും ഹല്ലേലൂയ സ്തുതി പാടുവാൻ, സ്തോത്രം പാടുവാൻ ഹല്ലേലൂയ. യേശുക്രിസ്തു ശിഷ്യന്മാര് സ്തോത്രം പാടി യെരൂശലേമിലേക്ക് ഒരു മലയ്ക്ക് പോയി എന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം പാടണം. ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്യുമോ അത്രമാത്രം നമുക്ക് അനുഗ്രഹ സമൃദ്ധിയാണ്. ദൈവം കാളുകളെ ആഗ്രഹിക്കുന്നില്ല, ആളുകളെ ആഗ്രഹിക്കുന്നില്ല, കുറുപ്രാക്കളെ ആഗ്രഹിക്കുന്നില്ല. യാഗവസ്തുവായി നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ച് ദൈവത്തിന് അവിടുത്തെ നാമത്തിന് തക്ക സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരങ്ങളെ ദൈവശക്തി കൊണ്ട് അഭിഷക്തരാക്കും. ദൈവശക്തി കൊണ്ട് നമ്മളെ ഹല്ലേലൂയ നിറയ്ക്കും. ഹല്ലേലൂയ. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനം ഹല്ലേലൂയ ദൈവജനം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളെ കേൾപ്പിക്കുന്നതായിട്ടുള്ള വിലപ്പെട്ട ആലോചനകൾ ഹല്ലേലൂയ. രാത്രികാലം വചനത്തിന്റെ വാതിൽ ഭക്തന് തുറന്നു കിട്ടുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്നവരാകെ ശബ്ദത്തിൽ ആത്മാവിനും ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഇടിങ്ങൾക്ക് ഒത്തൊരുമിച്ച് കർത്താവേ ഇവിടുത്തെ പാതപീഠത്തിൽ കടന്നു വരുവാനും അടിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്ന നല്ല സവാസത്തിനായി സ്തോത്രം സ്തോത്രം കർത്താവേ. സംഭവങ്ങളെയും കൊണ്ട് നിറഞ്ഞ ദുഷ്ടലോകത്തിൽ കർത്താവ് ഇടിങ്ങളെ ഓരോ നിമിഷം അത്ഭുതകരമായി ചേരാമായി നടത്തുന്ന വൻകൃപകൾക്കായി സ്തോത്രം സ്തോത്രം. ഹോ നല്ലവനല്ലോ എന്റെ ദയം നീക്കുമുള്ള നിർവാസങ്ങൾ തിരിച്ചറിയുവാൻ അടിങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നല്ല സവാസങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. അതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എങ്ങനെ താഴ്ത്തി ഏൽപ്പിക്കും. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്ന കർത്താവേ. കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ, വിടിയിപ്പാൻ, പരിപാലിപ്പാൻ മതിയായ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്ര. ഇതുവരെ ഞങ്ങളെ നടത്തിയ വഴികൾക്കായി സ്തോത്ര. എങ്ങനെ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലെ അടികളുടെ ഓരോരോ ആവശ്യങ്ങൾ കർത്താവെ നിരത്തി വയ്ക്കുന്ന കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ വിടിയിപ്പാൻ ശക്തനായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സന്ധ്യാസമയത്ത് ഈ പ്രേയർ ലൈനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേയർ ലൈനായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ആവശ്യങ്ങളും ഇവിടുത്തെ മക്കളുടെ പാതപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവോട് അത്ഭുതം പ്രവർത്തിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളുമായി അടികൾ കടന്നു വരുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. മനോഹരമായ പാട്ടടികൾക്ക് കേൾക്കുവാനിടയായല്ലോ കർത്താവെ. പാട്ട് പാടിയ ദാസിയെ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനോട് നിങ്ങൾ കർത്താവെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നല്ലോ കർത്താവെ. ദൈവജനം ശുശ്രൂഷിക്കുന്ന ദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനവുമായി നിൽക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കർത്താവെ വചനം സംസാരിപ്പാൻ കർത്താവയോട് ശരീരത്തിലും ആത്മാവിലും ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന അടിയുടെ ഹൃദയത്തിൽ കർത്താവെ ആതുര ഹൃദയത്തോടെ അവിടുത്തെ പാതയുടെ തീരുപ്പാടികൾക്ക് കൃപകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പകർക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും ഞങ്ങളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഭുജങ്ങളെ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പം സമയം നിങ്ങൾ പാതകത്തിലിരിക്കട്ടെ കർത്താവെ. നിങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തുവിന്റെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം കർത്താവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുള്ള നിത്യജീവന്റെ മൊഴികളാവുന്നു. മഹാരാജാവിന്റെ അഭിനത്തിൽ നിന്ന് പൊഴിഞ്ഞതായിട്ടുള്ള നിത്യജീവന്റെ മൊഴികൾ. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുവാൻ കൊതിക്കുന്ന നാളുകൾ ദേശത്ത് വരുമെന്ന് മഹാരാജാവായിരിക്കും നമ്മുടെ കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഭാഗ്യമായി ലഭിച്ചിരിക്കുന്നത്. ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും മറ്റുള്ളവർക്കൊക്കെ ഈ പ്രയർ നമ്പർ ഹല്ലേലൂയ കൊടുക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. നല്ല വചന പഠനമാകുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുവാൻ അനേകരെ ഹല്ലേലൂയ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാവുന്നു. വചന കേൾവിയിൽ വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, അനുഗ്രഹ സമൃദ്ധിയുണ്ട്, വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി നമ്മളെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്നു. ഒക്കലോമയിൽ നിന്നും പാസ്റ്റർ ജോൺ വർഗീസ്. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5 അധ്യായം നാം പഠിച്ചു തീരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. 6 അധ്യായമാണ് നാം ഇന്ന് വായിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ആരെങ്കിലും ഈ 6 അധ്യായം വായിച്ച് സഹായിക്കണം. 15 വാക്യങ്ങളുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചെന്ന് ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം.
ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാനോർ, തീമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തിനാർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ ദേശങ്ങളിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. അവന്റെ നേരെ ചെന്നവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രേനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഏഴകൾ കടന്നു വരുന്നു. ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ നാഥ. വായിക്കപ്പെട്ട വചനത്തിനായി അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തിൽ നിന്നോ സംസാരിപ്പാൻ തക്കവണ്ണം പഠിപ്പിക്കാൻ തക്കവണ്ണം ഏഴയ്ക്ക് ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയും നൽകുമാറാകണമേ. അധരത്തിൽ നിറച്ച ആലോചന നൽകണമേ. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിലേക്ക് ഈ തിരുവചനം വരുവാനും 100 മേനി വിളവുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുവാനും ഇടയാക്കണമേ. വചന കേൾവിയിലുള്ള വിടുതല്, രോഗസൗഖ്യം, സമൃദ്ധി, അനുഗ്രഹങ്ങളെല്ലാം തന്നെ പ്രാപിപ്പാൻ സഹായിക്കണമേ. നന്മയ്ക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി, ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെയും അതിന്റെ ആഴങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഫൽസിച്ചകറ്റുന്നു. മഹത്വം കർത്താവിന് തരുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം ഒന്നിച്ച് പോകുന്ന അധ്യായങ്ങളാണ്. 6-ാം അധ്യായത്തെ 7-ാം അധ്യായത്തിൽ നിന്നോ 7-ാം അധ്യായത്തെ 6-ാം അധ്യായത്തിൽ നിന്നോ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വൈഷമ്യം നിറഞ്ഞ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കഴിവതും 6-ാം അധ്യായം തീർക്കുവാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ നാം ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ 7-ാം അധ്യായം 60 വാക്യമുണ്ട്. അത് മുഴുവനും നമുക്ക് പരസ്യമായി വായിക്കുവാൻ അടുത്ത ആഴ്ച ഒക്കുകയില്ല. ഈ 60 വാക്യങ്ങളും നിങ്ങൾ വായിച്ച് ഈ 7-ാം അധ്യായത്തെ ആയിട്ടുള്ള ഒരു പരിചയം ഹല്ലേലൂയ നാം പഠിക്കുന്നതിന് മുമ്പ് കടന്നു വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒത്തിരി വിഷയങ്ങളാണ് ഈ 7-ാം അധ്യായത്തിലുള്ളത്. സുദീർഘമായി ഓരോരോ കാര്യങ്ങളും വിഘടിപ്പിച്ച് പഠിപ്പിക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് നേരത്തെ വായിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് ഓടിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കും. 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, 12 അപ്പോസ്തലന്മാരെയും പ്രിസണിൽ കൊണ്ടിടുകയും കർത്താവിന്റെ ദൂതൻ ചെന്ന് അവരെ സ്വതന്ത്രരാക്കുകയും വീണ്ടും അവരെ സെന്നിത്തര സംഘത്തിൽ കൊണ്ടുവന്നിട്ട് 4-ാം അധ്യായത്തിൽ അവരെ ഭയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 12 അപ്പോസ്തലന്മാരെയും ശിക്ഷിക്കുന്നത് അടിച്ച് ശിക്ഷിക്കുന്നു.
എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ കോൽ കൊണ്ടുള്ള അടിയായിരിക്കും ഹല്ലേലൂയ 5-ാം അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ അടികൾ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാരേറ്റ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കഷ്ടത അനുഭവിച്ചതിൽ ഹല്ലേലൂയ സന്തോഷിച്ച് ഹല്ലേലൂയ സ്തോത്രം അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി എന്നുള്ളത് കണ്ടുകൊണ്ടാണ് 5-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ആരോടും പറയരുതേ എന്ന് ഹല്ലേലൂയ അവരെ ഭയപ്പെടുത്തുകയും അവരെ അടിക്കുകയും ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം അവരെ വിടുന്നു. എന്നാൽ അവർ സന്തോഷത്തോടു കൂടി ശുശ്രൂഷ വിശാലമാക്കുന്നതാണ് 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിച്ചു യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിന് മുമ്പ് വരെയും ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാർ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്നിട്ട് അവിടെ കടന്നു വരുന്നവരോട് സുവിശേഷം അറിയിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 42-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശലോമോന്റെ മണ്ഡപത്തിൽ ഹല്ലേലൂയ ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരോട് ഒരു മാസീവ് ഇവാഞ്ചലിസമാണ് നടത്തിയതെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ ആലയത്തിൽ മാത്രമല്ല വീടുതോറും നോക്കുക ആ പദപ്രയോഗം വിടാതെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പലസ്തീൻ നാട്ടിലുള്ള ഓരോ വീട്ടിലും ഹല്ലേലൂയ കയറി ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം സുവിശേഷിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി പ്രയോജനം? ഹല്ലേലൂയ സ്തോത്രം പ്രയോജനം ഹല്ലേലൂയ സ്തോത്രം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ഒരു വലിയ ജനസമൂഹം ഹല്ലേലൂയ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ നോക്കുക. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ശലോമോന്റെ മണ്ഡപത്തിൽ നിന്നും വെളിയിലോട്ടെ ഭവനം തോറും വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഇവാഞ്ചലിസം വർദ്ധിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് വർദ്ധിച്ചു വരുന്നതായി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുരോഹിതന്മാരിലും നല്ല ഒരു കൂട്ടം മുമ്പോട്ട് കടന്നു വന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 7-ാം വാക്യത്തിൽ ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം ഹല്ലേലൂയ ഹൗസ് ടു ഹൗസ് വിസിറ്റേഷൻ ഹല്ലേലൂയ ഓരോ വ്യക്തികളോടും വിടാതെ സുവിശേഷം അറിയിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ നമ്മുടെ സഭയുടെ മെമ്പർഷിപ്പ് എത്ര ഉണ്ട് എന്ന് വ്യക്തമായി എണ്ണി പറയുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം 10,000 കണക്കിന് ഹല്ലേലൂയ മെമ്പർഷിപ്പ് ഹല്ലേലൂയ ക്രിസ്തീയ സഭയ്ക്ക് പലസ്തീൻ നാട്ടിൽ യെരുശലേമിലായി കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ കൂടെ മുമ്പോട്ട് വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം ലേവിയ ഗോത്രത്തിൽപ്പെട്ട ഹല്ലേലൂയ ആ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ പോലും പുരോഹിതന്മാർക്ക് ആലയത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം വലിയ നന്മകൾ അവർക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ദശാംശമൊക്കെ അവരുടേതാണ്. ഹല്ലേലൂയ സ്തോത്രം ആ വലിയ സമൃദ്ധിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഹല്ലേലൂയ അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ പാതയെ വരുന്നതായ ഒരു വലിയ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലന്മാരാൽ വലിയ അത്ഭുത പ്രവൃത്തികൾ നടന്നു. ഹല്ലേലൂയ സ്തോത്രം ജനം സുവിശേഷം സർവ വ്യക്തികളോടും അറിയിക്കുവാൻ തുടങ്ങി. 1000 സഭ വളരുവാൻ തക്കവണ്ണം തുടങ്ങി. എന്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ സഭ ഫേസ് ചെയ്ത മറ്റൊരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ സഭ വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വന്നപ്പോൾ സഭയ്ക്കുള്ളിൽ പിറുപിറുപ്പുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിൽ പിറുപിറുപ്പുണ്ടായി. യവന ഭാഷ സംസാരിക്കുന്നതായ വ്യക്തികളുടെ വിധവമാരെ എബ്രായ ഭാഷ സംസാരിക്കുന്നവരുടെ വിധവമാരെ നോക്കുന്നത് പോലും നോക്കുന്നില്ല എന്നുള്ളതായ ഒരു പിറുപിറുപ്പ് ഹല്ലേലൂയ ദൈവസഭയിൽ ഉണ്ടായതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സഭ ഫേസ് ചെയ്ത രണ്ടാമത്തെ പ്രോബ്ലമാണിത്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമത്തെ പ്രോബ്ലം ഹല്ലേലൂയ സ്തോത്രം 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും ഹല്ലേലൂയ സ്തോത്രം ദൈവീയാഗ്രഹം നിമിത്തം പരിശുദ്ധാത്മാവാം ദൈവത്തോട് വ്യാജം കാണിക്കുകയും അതിന്റെ ന്യായവിധി മരണത്താൽ അനുഭവിക്കുകയും ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം സഭ ശുദ്ധീകരിക്കപ്പെട്ട് 10,000 വർദ്ധിച്ചു വരുമ്പോൾ സഭയ്ക്കകത്തെ ഹല്ലേലൂയ പിറുപിറുപ്പുണ്ടാകുന്നു. ഇതിനെ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്നുള്ളതാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരു സഭയാകുമ്പോൾ 1000 ജനം കൂടി വരുമ്പോൾ വിവിധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിൽ അന്യോന്യം പോര് വിളിക്കുന്നവരായിട്ടല്ല, വിഷയം എന്തെന്ന് ഗ്രഹിച്ച് അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് എങ്ങനെ അതിനൊരു നിവാരണമുണ്ടാക്കാം എന്നുള്ളതായിരിക്കണം ഒരു ഭക്തന്റെ ചിന്ത. ഹല്ലേലൂയ സ്തോത്രം. അനേക സമൂഹങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പായിട്ട് മാറി അന്യോന്യം വഴക്കുണ്ടാക്കുകയും ഭിന്നിച്ച് മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ദൈവസഭയിൽ നാം അത് കാണുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഭിന്നിച്ച് മാറുന്നത് ദൈവസഭയിൽ കാണുന്ന പ്രമാണമല്ല. ഇവിടെ 6-ാം അധ്യായത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വാസ്തവത്തിൽ അവർക്ക് പറയാനുള്ളതേ ഉള്ളൂ, ഹല്ലേലൂയ എബ്രായ ഭാഷ സംസാരിക്കുന്ന നിങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് ആരാധീരെ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ച് ആരാധിച്ചോളാം എന്ന് പറഞ്ഞ് സഭ രണ്ടാകാനായിട്ട്, അല്ലെ 2 സെക്റ്റായിട്ട് മാറാനായിട്ട് വളരെ കാര്യങ്ങളാണ് സാത്താൻ ഇവിടെ ഒരുക്കിയത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം സഭയെ വീണ്ടും ഒറ്റ ഹൃദയത്തിലാക്കി പ്രവർത്തിക്കുന്ന അപ്പോസ്തലന്മാരിൽ കൂടെയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഇവിടെ നമുക്ക് വെളിവായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം പ്രശ്നം അപ്പോസ്തലന്മാർ നോക്കിയപ്പോൾ അതിനകത്ത് ഏതോ റിയാലിറ്റി വാസ്തവമുണ്ട് എന്ന് മനസ്സിലായി. ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം അവർ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവർ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെന്ത് ചെയ്തു? ഒന്നാമതായി 2-ാം വാക്യത്തിൽ 12 അപ്പോസ്തലന്മാരും കൂടെ ചിന്തിച്ചിട്ട് ശിഷ്യന്മാരെയെല്ലാം ഹല്ലേലൂയ ബിലീവേഴ്സിനെ, അന്നുള്ള എല്ലാ ബിലീവേഴ്സിനെയും ശിഷ്യന്മാരെന്നാണ് വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു ക്രിസ്ത്യാനിയെ ഹല്ലേലൂയ 11-ാം അധ്യായത്തിൽ ക്രിസ്ത്യാനി എന്ന് പേരാകുന്നതിന് മുമ്പേ ഹല്ലേലൂയ ബിലീവേഴ്സിനെ എല്ലാം ഡിസൈപ്പിൾ ശിഷ്യൻ, ശിഷ്യ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വരുത്തി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ വിശ്വാസികളെ എല്ലാം കൂട്ടി വരുത്തി അവരോട് അവർ പറയുന്ന എന്താണ്? 2-ാം വാക്യത്തിൽ, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലന്മാർ പറയുന്നത് ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് വചനം ശുശ്രൂഷിക്കുന്നതാണ്, മേശകളിൽ ശുശ്രൂഷിക്കുന്നതല്ല. ആകയാൽ ഹല്ലേലൂയ 3-ാം വാക്യത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. നോക്കുക, മേശമേൽ ശുശ്രൂഷിക്കേണ്ടതിന് പോലും ഉള്ള ക്വാളിഫിക്കേഷൻ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ്, വിവേകം, ജ്ഞാനം, ഹല്ലേലൂയ അതുപോലെ തന്നെ സഭയ്ക്കകത്തും പുറത്തും നല്ല സാക്ഷ്യമുള്ളവർ, ഇങ്ങനെയുള്ളവരിൽ 7 പേരെ തിരഞ്ഞെടുപ്പാനാണ് ഇവിടെ പ്രത്യേകമായി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവരെയാണ് ഹല്ലേലൂയ സ്തോത്രം പിന്നെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പറഞ്ഞിരിക്കുന്നതിനാൽ ഹല്ലേലൂയ ഇവരെ ഡീക്കൻസ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഡീക്കൻസ് ആൻഡ് ഡീക്കനസ്, ഈ പദപ്രയോഗം ഗ്രീക്കിലെ 2 പദപ്രയോഗമാണ്. ശുശ്രൂഷകന്മാർ,
ശുശ്രൂഷകന്മാർ എന്നിങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരുഷന്മാരിലും സ്ത്രീകളും ശുശ്രൂഷകന്മാരും ശുശ്രൂഷകമാരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഡീക്കനസ് എന്നാണ് ശുശ്രൂഷകന്മാരെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനോടുകൂടെ ശുശ്രൂഷിച്ച സ്ത്രീകളുടെ പേരുകൾ ഡീക്കനസ് എന്ന പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡീക്കനസ് ഹോസ്പിറ്റൽ ഇവിടെ നമുക്ക് ഓക്ലഹോമ സിറ്റിയിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷക എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം ഇറ്റ്സ് എ ബിബ്ലിക്കൽ നെയിം. ഹല്ലേലൂയ, ഗ്രീക്ക് ബിബ്ലിക്കൽ നെയിം ആണ്. ഹല്ലേലൂയ, സ്തോത്രം, ഡീക്കനസ് എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷകയാകുന്ന ഫേബ, ഹല്ലേലൂയ, ഡീക്കനസ് എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 7 പുരുഷന്മാരെയാണ് തിരഞ്ഞെടുക്കുവാൻ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ നിപുണതയുള്ളവരായിരുന്നു. എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള ശുശ്രൂഷയായിരുന്നു അവരുടെ ശുശ്രൂഷ. അവരുടെ ശുശ്രൂഷകളിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠതയും അനുഗ്രഹവും വിടുതലും സൗഖ്യവും സമൃദ്ധിയും കർത്താവിന്റെ സാന്നിധ്യവും എല്ലാം അവരുടെ പ്രാർത്ഥനയിൽ നിന്നും അവർ കർത്താവിൽ നിന്നും പ്രാപിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ സാധാരണ തിരുമേശയിൽ നാം വായിച്ചു കേൾക്കുന്നതാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു എന്തെന്നാൽ. ശുശ്രൂഷകൻ വൃന്ദങ്ങളായ ഞങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമത് കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കണം. പിന്നെ വചന ശുശ്രൂഷ ജനത്തിനു കൊടുക്കണം. ഹല്ലേലൂയ, പ്രാർത്ഥനയില്ലാത്ത വചന ശുശ്രൂഷ വരണ്ടതായിരിക്കും. പ്രാർത്ഥനയോടുകൂടിയുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞതായിരിക്കും. എണ്ണ കൊണ്ട് കുഴച്ച് ഉണ്ടാക്കിയ അപ്പം, ഹല്ലേലൂയ, സ്തോത്രം, എണ്ണ പുരട്ടി ചുട്ട്, ഹല്ലേലൂയ, എണ്ണ അതിന്മേൽ ഒഴിച്ച്, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ യാഗമായി, ഹല്ലേലൂയ, സ്തോത്രം, ഭോജനയാഗമായി വെക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തെ പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ച് കുഴച്ചെടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവിൽ അതിനെ വിഭജിച്ച് അഥവാ കുക്ക് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്നതാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ. ഹല്ലേലൂയ, സ്തോത്രം, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക്, ഹല്ലേലൂയ, സ്വർഗം തുറന്ന് കർത്താവ് വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ പറയുകയാണ്. ഹല്ലേലൂയ, സഭയെ പറ്റി തന്നെ പറയുമ്പോൾ അനേകം മർമ്മങ്ങളെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. പറയുന്നതിനകത്ത്, ഹല്ലേലൂയ, ഇതുവരെയും പഴയ നിയമ ആയ ആൾക്കാർക്കൊക്കെ അത് മറഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ആത്മാവിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നു സഭയെ പറ്റി പറയുമ്പോൾ. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആത്മാവിൽ വെളിപ്പെട്ടു വന്നത് ദൈവവചനവുമായി തുലനം ചെയ്ത് പഠിച്ച് അതിൽ നാം വിശ്വസിച്ച് ദൈവജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ജനത്തിനെല്ലാം, ഹല്ലേലൂയ, സ്തോത്രം, ഈ സജഷൻ ബോധിച്ചു. അവരെന്ത് ചെയ്തു? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരുടെ പേരുകളാണ് 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമനായി സ്തേഫാനോസ്, രണ്ടാമതായി ഫിലിപ്പോസ്. സ്തേഫാനോസിന്റെ ശുശ്രൂഷയാണ് 6-7 അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് രക്തസാക്ഷിയായി മരിക്കുന്നു. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാണ് കാണുവാൻ സാധിക്കുന്നത്. മറ്റ് 5 പേരുടെ ശുശ്രൂഷകൾ
പ്രത്യേകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. സ്തേഫാനോസ് എന്ന പേരിന്റെ അർത്ഥം കിരീടം, ക്രൗൺ എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു കിരീടമായി ഹല്ലേലൂയ സ്തോത്രം അവൻ കർത്താവിന് വേണ്ടി ശോഭിക്കുകയും ഹല്ലേലൂയ സ്തോത്രം രക്തസാക്ഷിയായി ജീവകിരീടം പ്രാപിപ്പാനായി കർത്താവിന്റെ സന്നിധിയിൽ അവൻ ചേർക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മേശമേലുള്ള ശുശ്രൂഷ ഹല്ലേലൂയ കർത്താവ് അവരെ ഏൽപ്പിച്ചു. അതവർ വിശ്വാസത്തോടുകൂടെ എടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ആ ചെറിയ ശുശ്രൂഷ അവർ വിശ്വസ്തരായിരുന്നപ്പോൾ കർത്താവ് അവരെ വലിയ ശുശ്രൂഷയാണ് ഏൽപ്പിക്കുന്നത്. മേശമേലുള്ള ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ കർത്താവ് ശമരിയിൽ അത്ഭുത വിഷയമാക്കുകയാണ്. മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തവനാണ്. അവനിൽ കൂടെ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത്. ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന ശുശ്രൂഷകൾ അത് ചെറുതാണെങ്കിലും അത് വലുതാണെങ്കിലും ആത്മനിറവിൽ, യഹോവ ഭക്തിയിൽ, പരിജ്ഞാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം ചെയ്യുന്നു എങ്കിൽ അതിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയും കർത്താവിന്റെ ബലമുള്ള കരത്തിൽ നാം അമർന്നിരിക്കുന്നതിനാൽ അവൻ നമ്മെ ഉയർത്തി വിശാലതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. 3 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഈ ഡീക്കൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശുശ്രൂഷക വർണ്ണം എന്നുള്ളതാണ് ഡീക്കൻസ് എന്ന പേരിന്റെ അർത്ഥം. പുതിയ നിയമത്തിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഡീക്കൻസിന്റെ യോഗ്യതകൾ ഹല്ലേലൂയ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. 3 കാര്യങ്ങൾ ഈ 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്, ജ്ഞാനം നിറഞ്ഞവരാണ്, നല്ല സാക്ഷ്യമുള്ളവരാണ്. ഇവരെ തിരഞ്ഞെടുത്തത് ദൈവസഭയാണെന്നറിയാം നമുക്ക്. ഹല്ലേലൂയ. ഇങ്ങനെ ആത്മനിറവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവും ഹല്ലേലൂയ സ്തോത്രം അതുപോലെ നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ സഭയായിരുന്നു തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ജനറൽ ഇലക്ഷൻ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവരെ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വോട്ടിട്ടോ ഒന്നും ഇവിടെ കാണുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് കാണുന്നില്ല. തിരഞ്ഞെടുപ്പിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായതായി പറയുന്നുമില്ല. അപ്പോൾ ഏക ഹൃദയത്തോടുകൂടെ അവർ ഹല്ലേലൂയ ഈ 7 പേരെ തിരഞ്ഞെടുക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. 1 ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ സജഷൻ 3 കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്ങനെ വേണം തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അപ്പോസ്തലന്മാരാ പറഞ്ഞത്. ജനം എടുക്കുകയല്ലായിരുന്നു. ഇങ്ങനെ എങ്ങാട്ടെ എന്ന് പറഞ്ഞ് ജനം പറയുകയല്ലായിരുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞു ആത്മാവ് നിറഞ്ഞവരും ജ്ഞാനം നിറഞ്ഞവരും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ തിരഞ്ഞെടുക്കണം. 8 10 ഒന്നും ഹല്ലേലൂയ സ്തോത്രം ജനം പറയുന്നില്ല. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തോട് പറയുക ഇങ്ങനെ വേണമെന്ന്. അത് അവർക്ക് ബോധിച്ച് ഹല്ലേലൂയ അപ്പോസ്തലന്മാർ പറഞ്ഞ സജഷൻ പ്രകാരം 7 പേരെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. 2-ാമത്തെ കാര്യം അതാണ്. 3-ാമത്തെ കാര്യം ഈ അപ്പോസ്തലന്മാർ ഇവരുടെ മേൽ കൈവച്ച് ഇവരെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഓർഡിനേഷന്റെ ഒരു ഭാഗിക ശുശ്രൂഷ നമുക്കിവിടെ ഹല്ലേലൂയ സ്തോത്രം ലേയിങ് ദ ഹാൻഡ്സ് ഫോർ എ സർട്ടൻ മിനിസ്ട്രി നമുക്കിവിടെ പ്രത്യേകമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ളതാണ് നമുക്കിവിടെ പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, ജ്ഞാനം, നല്ല സാക്ഷ്യമുള്ളവരാണ്. ഹല്ലേലൂയ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടതും ഹല്ലേലൂയ സ്തോത്രം അവർ ജനസമ്മതമായി ഉള്ളവരായിരിക്കണം. അവരെ ദൈവസന്നിധിയിൽ ദൈവിക ശുശ്രൂഷകന്മാരുടെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട്
അവർ കൈവച്ചാണ് അവരെ ശുശ്രൂഷയ്ക്കാക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് ദ ബിബ്ലിക്കൽ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് എ പേഴ്സൺ ഈവൻ ഫോർ എ മിനിസ്ട്രി. ദൈവസഭയെ പറ്റി നാം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒത്തിരി കാര്യം ഈ 6-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം ജനറലായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഹല്ലേലൂയ 6-ാം അധ്യായം ഇന്ന് തീർക്കുവാൻ തക്കവണ്ണം ഞാൻ ആവോളം ശ്രമിക്കാം. ഹല്ലേലൂയ സ്തോത്രം. സഭയിൽ 1-ാം നൂറ്റാണ്ടിൽ 2 പ്രത്യേക ഗ്രൂപ്പുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ഹല്ലേലൂയ സ്തോത്രം എൽഡേഴ്സ് അഥവാ പാസ്റ്റേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൽഡേഴ്സിനെ ഹല്ലേലൂയ, ബിഷപ്പ്, പാസ്റ്റർ, ഇടയൻ എന്നൊക്കെ ഹല്ലേലൂയ കൊടുത്തിരിക്കുന്ന ഒരേ വ്യക്തിയെ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ വ്യക്തി ഹല്ലേലൂയ ആത്മീകമായ അഡ്മിനിസ്ട്രേഷനു വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ വ്യക്തിയാണ്. ദൈവവചനം പഠിക്കുമ്പോൾ വളരെ വാക്യങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് തെളിയിക്കുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു പാസ്റ്ററുടെ ഒരു എൽഡറിൻ്റെതായിട്ടുള്ള യോഗ്യത 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം പാസ്റ്റർ അഥവാ ബിഷപ്പ്. ഇങ്ങനെ ആയിരിക്കേണ്ടത് അഥവാ എൽഡർ ആയിരിക്കേണ്ടത് എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. 8 മുതലുള്ള 13 വരെയുള്ള വാക്യങ്ങളിലാണ് ഹല്ലേലൂയ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷക എങ്ങനെ ആയിരിക്കണം എന്ന് പ്രത്യേകമായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു പാസ്റ്ററുടേതായി തന്നെയുള്ള യോഗ്യതകളാണ് ഒരു ശുശ്രൂഷകൻ, ഒരു ഡീക്കൻ ആവശ്യമായി ഇരിക്കുന്നത്. നാം തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ, 1 തിമോത്തിയോസ് വായിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നിങ്ങളത് വീട്ടിലിരുന്ന് വായിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹൃദയസ്ഥമാക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിപ്പോൾ വായിപ്പിക്കുകയും അതിൽ നിന്ന് തെളിയിക്കുകയൊക്കെയും ചെയ്താൽ നമ്മുടെ മുമ്പിൽ അതിനുള്ള സമയമില്ല. അങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ ഹല്ലേലൂയ ഈ ശുശ്രൂഷക വന്നും പാസ്റ്റേഴ്സ് അഥവാ ബിഷപ്പുമാരെ ആത്മീകമായ കാര്യങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഡീക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ ഹല്ലേലൂയ ഭാഗികമായിട്ട് ഭൗമികമായിട്ട് ശുശ്രൂഷ, ഒരു സഭയിലോ എത്രയോ ശുശ്രൂഷകളാണുള്ളത്. ആ ശുശ്രൂഷകൾക്ക് ലീഡർഷിപ്പ് കൊടുത്ത് അവരാണ് അതിന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഒത്തിരി ശുശ്രൂഷകൾ തിരുമേശയോടുള്ള ബന്ധത്തിൽ വിവിധമായ ശുശ്രൂഷകൾ ചെയ്യുന്നത് അവരാണ്. ഹല്ലേലൂയ. ഇങ്ങനെ 2 ഗ്രൂപ്പ് ആൾക്കാർ എല്ലാ സഭയിലും നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലന്മാർ പ്രത്യേക യോഗ്യതകളും അവരുടെ ക്രിഡൻഡാസും ഒക്കെ ഹല്ലേലൂയ സ്തോത്രം ആ ലേഖനങ്ങളിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഓർത്തിരിക്കുമ്പോൾ 5-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വായിക്കണം. അവിടെ 7 പേരുടെ പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 7 പേരിൽ 3 ഗ്രൂപ്പ് യഹൂദന്മാരുണ്ട്. 3 ഗ്രൂപ്പ് യഹൂദന്മാർ. ഞാൻ പരീശന്മാരും ന്യായശാസ്ത്രിമാരും സദൂക്യരും ഹേരോദിയൻസും അവരുടെ കാര്യമല്ല പറയുന്നത്. യഹൂദന്മാരിൽ 3 പ്രത്യേക ഗ്രൂപ്പിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഹല്ലേലൂയ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ എബ്രായ ഭാഷ സംസാരിക്കുന്നവർ, അവരാണ് ഹീബ്രു സ്പീക്കിംഗ് ജൂയിഷ് പീപ്പിൾ. അവർ പലസ്തീൻ നാട്ടിൽ ജനിച്ചവരാണ്. അവർക്ക് എബ്രായ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. കേരളത്തിൽ നിന്നും മലയാളം മാത്രം അറിയാവുന്ന നമ്മളെ പോലെ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാർ ചിതറിപ്പോയ കാലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവർ ബാബിലോണ്യരാൽ അശൂര്യരാൽ ഒക്കെ ചിതറിപ്പോയി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പോയി. അന്നത്തെ പ്രധാന ഭാഷയായ ഗ്രീക്ക് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഇവരും യഹൂദന്മാരാണ്. യാക്കോബിന്റെ മക്കളായ 12 മക്കളുടെ തലമുറകളാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഇവിടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം അവരും കേരളത്തിൽ നിന്ന് വന്നവരുടെ ഡിസെൻഡൻസ് ആണ്. എന്നാൽ
അമേരിക്കയിൽ ജനിച്ചു വളർന്നവരാണ്, അല്ലെങ്കിൽ കാനഡയിൽ ജനിച്ചു വളർന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് ആ ദേശത്തെ ഭാഷയാണ്, നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഹിന്ദിയാണ് അറിയാവുന്നത്. അതുപോലെ ഹല്ലേലൂയ അവരെയാണ് ഹെല്ലനിസ്റ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഹെല്ലനിസ്റ്റിക് ജ്യൂ എന്ന് അല്ലെങ്കിൽ യഹൂദൻ എന്ന് എവിടെയെങ്കിലും കേട്ടാൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർ എന്നാണ് അർത്ഥം. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് പ്രോസ്ലൈറ്റ് ജ്യൂസ് എന്ന് പറയും. അഥവാ ഹല്ലേലൂയ സ്തോത്രം, ഏതെങ്കിലും മറ്റ് ജാതീയ മതത്തിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം യഹൂദ ന്യായപ്രമാണം വിശ്വസിച്ചിട്ട് പരിച്ഛേദനയേറ്റ് ഹല്ലേലൂയ ജാതികളിൽ നിന്നും യഹൂദന്മാരായി മാനസാന്തരപ്പെട്ട് കൺവേർട്ട് ചെയ്തതായ വ്യക്തികളാണ്. മറ്റ് മതങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളാകുന്നത് പോലെ വന്നവരാണ്. അവരെയാണ് പ്രോസ്ലൈറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ 5-ാം വാക്യത്തിലുള്ള 7 പേരുടെ പേരുകൾ നോക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഹെല്ലനിസ്റ്റിക് ജ്യൂ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അഥവാ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. എബ്രായ ഭാഷ സംസാരിക്കുന്നവർ അതിനകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർക്കും എബ്രായ ഭാഷ നല്ലവണ്ണം അറിയാം. ഏത് യഹൂദനും എബ്രായ ഭാഷ പഠിച്ചേ ഒക്കത്തുള്ളൂ. എന്നാൽ അവർ ജനിച്ച സ്ഥലങ്ങളിലെ ഗ്രീക്ക് ഭാഷ അവർക്ക് നല്ലവണ്ണം അതിലാണ് അവർക്ക് വശമായിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രശ്നം യവനന്മാരുടെ ഇടയിലാണ് ഉണ്ടായതുകൊണ്ട് തെരഞ്ഞെടുത്തതിൽ ഭൂരിപക്ഷം ആൾക്കാരും യവനന്മാരായിരുന്നു. അഥവാ യഹൂദന്മാരാണ്, ഗ്രീക്ക് സംസാരിക്കുന്നവരായിരുന്നു. ഇവരുടെ പേരുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നാം ശ്രദ്ധിക്കണം, ഹെലനിസ്റ്റിക് ജ്യൂസ് എല്ലാം കൂടെ കൂടിയല്ല ഇവരെ തെരഞ്ഞെടുത്തത്. പലസ്തീൻ നാട്ടിൽ വെച്ചാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. പലസ്തീൻ നാട്ടിൽ കൂടുതലും എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ്. ഈ എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും മറ്റ് ജാതീയ ഇതിൽ നിന്നും യഹൂദന്മാരായി വന്നവരും എല്ലാവരും കൂടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിന് ഹല്ലേലൂയ നിഷ്പക്ഷമായി ഈ സ്തെഫാനോസ്, ഫിലിപ്പോസ് ഇവരുടെ പേരൊക്കെ നോക്കുമ്പോൾ ഹെലനിസ്റ്റിക് ജ്യൂസ്, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാണ് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹല്ലേലൂയ. ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം അതാണ്. അതുകൂടാതെ ഹല്ലേലൂയ അവർ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു ഈ അപ്പോസ്തലന്മാർ. അവരിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. ഹെലനിസ്റ്റിക് ജൂയിഷിനെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, എബ്രായ ഭാഷ സംസാരിക്കുന്നവരെ മാത്രമല്ല തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. 7-ാമതായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലോവസ് എന്നാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട് എങ്കിൽ നിക്കലോവസ്, എ പ്രോസ്ലൈറ്റ് ഓഫ് ആന്റിയോക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മുമ്പേ ഓർപ്പിച്ചത് ഓർക്കുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. മറ്റ് മതത്തിൽ നിന്നും യഹൂദനായി വന്ന ഒരു വ്യക്തിയെ കൂടെ അവർ തിരഞ്ഞെടുത്തു. 7 പേരിൽ എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും സംസാരിക്കുന്ന വ്യക്തികളല്ലായിരുന്നു. ഈ വ്യക്തിയും കൂടെ തിരഞ്ഞെടുത്തായി കാണാൻ സാധിക്കുന്നു. ഇതിനകത്തെ ഹല്ലേലൂയ യഹൂദ മതാനുസാരങ്ങളുടെ അതായിട്ടുള്ള ചിന്താഗതിക്കപ്പുറമായി ദൈവസഭയുടെ ദൈവസ്നേഹത്തിലുള്ള ഹൃദയംഗമായ വീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ജാതിയിൽ നിന്നും വന്ന ഒരു വ്യക്തി, യഹൂദനായി തീർന്ന ഒരു വ്യക്തിയെ, ഹല്ലേലൂയ സ്തോത്രം, അവൻ യഹൂദനാണ്. ഹല്ലേലൂയ. ബട്ട് ഹി ഈസ് എ പ്രോസ്ലൈറ്റ് ജൂ. ഹല്ലേലൂയ. അന്ത്യോക്യക്കാരനാണ്. ഹല്ലേലൂയ. അവരിൽ നിന്നും ഒത്തിരി ക്രിസ്ത്യാനികൾ അപ്പോൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവരിൽ കൂടെയും പിൽക്കാലത്ത് ഒരു പെറുപുറപ്പ് വരാൻ പാടില്ല. ആകയാൽ ഇപ്പോൾ തന്നെ ഒരു വ്യക്തിയെങ്കിലും അവരിൽ ഒരാളായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ നോക്കുക, സഭയിലുള്ള ആ വിഷയം ഹല്ലേലൂയ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അവർ ചെയ്ത് സ്വർഗീയമായ പരിജ്ഞാനത്താൽ ചെയ്ത വിഷയം പൂർണ്ണമായി മാറുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു വിഷയം
പിന്നീട് ദൈവസഭയിൽ ഉണ്ടായതായി നാം പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുന്നേയില്ല. വേറെ വിഷയങ്ങൾ നാം 15-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് സർക്കംസിഷനോടുള്ള ബന്ധത്തിലൊക്കെയാണ് കാണുന്നത്, ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിലാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, മേശമേലുള്ള ഇങ്ങനെയുള്ളതായ പിറുപിറുപ്പെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നാം ഓരോരുത്തരും ഭവനങ്ങളിൽ ഹല്ലേലൂയ ഒരു 2-3 പേരുള്ള ഒരു വീടാണെ പോലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും. അതെങ്ങനെ നാം ഹാൻഡിൽ ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും. ഇതിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് ഇവയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടേതായിട്ടൊക്കെയുള്ള സെൽഫിഷ്നെസ്, ഹല്ലേലൂയ, ദൈവികമായ തീരുമാനം വരുമ്പോൾ ഒട്ടും ഉയരാൻ പാടില്ല. കർത്താവിനെ ആയിരിക്കണം എപ്പോഴും ഉയർത്തേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള 3 ഗ്രൂപ്പ് ആൾക്കാരെ പറ്റി നാം തിരഞ്ഞെടുത്തു, മനസ്സിലാക്കി. ഈ 5-ാം വാക്യത്തിൽ 3 ഗ്രൂപ്പും ഉണ്ട് എന്ന് ഈ വാക്യത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇനി ഡീക്കൻസോടുള്ള ബന്ധത്തിൽ നാം പരമപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഡീക്കൻസിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ, ഈ ഡീക്കൻസിനെ പഠിപ്പിച്ചതാരാ? അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചതാരാ? കർത്താവായ യേശുക്രിസ്തുവാണ്. The greatest deacon in the whole Bible is our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ അത് പറഞ്ഞത്. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം വായിക്കണ്ടിപ്പോൾ നിങ്ങൾക്ക് കാണാതറിയാമായിരിക്കും. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ലെക്ചറർ ഹല്ലേലൂയ എന്നെ കാണാതെ പഠിപ്പിച്ച ഒരു വാക്യമാണ്. എന്നെയല്ല, ഓൾ സ്റ്റുഡൻസിനെ മനപ്പാഠം പഠിപ്പിച്ച ഒരു വാക്യമാണ്. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 45. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ താക്കോൽ വാക്യമാണ് 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. The Son of Man came not to be ministered, but to minister, and gave his life a ransom for many. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നോക്കുക, ശുശ്രൂഷ ഏറ്റുവാങ്ങാനായിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കാണുന്നതായ ചില ക്രിസ്തീയ സമൂഹങ്ങളിലുള്ളതായ വ്യക്തികളെ ഹല്ലേലൂയ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷിക്കുവാൻ, ഹല്ലേലൂയ, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. നോക്കുക, നമ്മുടെ കർത്താവിന്റെ ആ നല്ല മനസ്സ്. നമ്മെ ശുശ്രൂഷ പഠിപ്പിക്കുന്നത് ആരാ? നമ്മുടെ കർത്താവിൽ നിന്നാ പഠിക്കപ്പെടുന്നത്. ഒരു അപ്പോസ്തലൻ കർത്താവിൽ നിന്നാ പഠിക്കപ്പെടുന്നത്. കാരണം ദി ഗ്രേറ്റസ്റ്റ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അയക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും നല്ല ഇടയനാരാ? നമ്മുടെ കർത്താവാ. ആടുകൾക്ക് വേണ്ടി ജീവൻ തന്നവനാ. അപ്പോൾ ഒരു പാസ്റ്റർഷിപ്പ് എവിടുന്നാ പഠിക്കുന്നത്? നമ്മുടെ കർത്താവിൽ നിന്നാ പഠിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ആരിൽ നിന്നാ പഠിക്കുന്നത്? നമ്മുടെ കർത്താവിൽ നിന്നാ പഠിക്കുന്നത്. സഭയെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഭാര്യ എങ്ങനെയാ ഭർത്താവിന്റെ അടുക്കൽ ജീവിക്കേണ്ടത്, ഒരു കുടുംബത്തിൽ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് എങ്ങനെയാണ് കർത്താവ് പറഞ്ഞതിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനത്തിലൊക്കെ കറയും ചുളുക്കവും ഇല്ലാതെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ഡീക്കൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ശുശ്രൂഷകൻ, ഹല്ലേലൂയ, ആരിൽ നിന്നാ പഠിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഈ അപ്പോസ്തലന്മാരൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഹല്ലേലൂയ ശുശ്രൂഷക വൃന്ദത്തെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്നത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ നിന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാൻ. നമ്മുടെ കർത്താവ് ശുശ്രൂഷിപ്പാനായിട്ടാണ് വന്നത്. മരണത്തോളം, ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ഏറ്റെടുത്തു. ആരെ അയക്കണമെന്ന് പറഞ്ഞു? അടിയനിതാ, അടിയനെ അയക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ഇറങ്ങി വരികയായിരുന്നു.
നമുക്കറിയാം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം വസ്ത്രമൂരി ഒരു തുവർത്തെ അരയിൽ ചുറ്റിയിട്ട് ഹല്ലേലൂയ സ്തോത്രം തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ശുശ്രൂഷകനെ പോലെ താൻ ചെയ്യുന്നതായ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. നാം അങ്ങേ ഹല്ലേലൂയ ഹൈപ്പർ ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം നാം ഏതോ ആയി കാണിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് സ്തോത്രം താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, അനുസരണമുള്ളവരായി, ഭക്തിയുള്ളവരായി, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ശുശ്രൂഷവൃന്ദമായി നാം മാറ്റപ്പെടണം. ഇതാണ് ഈ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഗുണപാഠമായി കർത്താവ് നമുക്ക് നൽകുന്നത്. ഒത്തിരി ഗുണപാഠങ്ങളുണ്ട്. 1, 2 ഹല്ലേലൂയ പൂവർ നീഡിയ ആൾക്കാരെ നാം ഒരിക്കലും തിരസ്കരിക്കരുത് എന്ന് വിധവമാരെ ഹല്ലേലൂയ സ്തോത്രം പരിചരിക്കുന്നതിൽ നിന്നും 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇൻഫാക്ട് 1-ാം നൂറ്റാണ്ടിലെ സഭ ഹല്ലേലൂയ സ്തോത്രം വിധവമാർക്ക് മുൻഗണന കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സഭയുടേതായിട്ടുള്ളതായ സമർപ്പണം ഹല്ലേലൂയ ആവശ്യമുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള ഒരുക്കം ഒക്കെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാമതായി ഹല്ലേലൂയ സ്തോത്രം ഈ 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നാം പിറുപിറുക്കുന്നവരാകരുത്. ഹല്ലേലൂയ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ 10, 11 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം യഹൂദന്മാരെ പോലെ പിറുപിറുക്കുന്നവരാകരുത്. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം സംഖ്യാപുസ്തകം വായിക്കുകയാകുന്നുവെങ്കിൽ 7 പ്രാവശ്യം യഹൂദന്മാർ മരുഭൂമിയിൽ പിറുപിറുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 7 പ്രാവശ്യം പിറുപിറുത്തപ്പോഴും ഹല്ലേലൂയ ദൈവം അവരെ ന്യായം വിധിച്ചു. 10,000 പേർ പട്ടുപോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വഴി നിമിത്തം ഹല്ലേലൂയ പിറുപിറുത്തത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ ഒരു വലിയ പ്രസംഗമാണ് ഞാനിവിടെ പറയുന്നത്. 7 പ്രാവശ്യത്തെ യഹൂദന്മാരുടെ പിറുപിറുപ്പ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ റെഫറൻസ് പറയാം. നിങ്ങളെ 2-3 മിനിറ്റ് കൊണ്ട് അതിന്റെ റെഫറൻസ് പറയാം. നിങ്ങൾ തന്നെ ചിന്തിച്ചോണം. ഹല്ലേലൂയ വഴി നിമിത്തം പിറുപിറുത്തത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ഹല്ലേലൂയ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇവിടെ തീ അയക്കുന്നത് കാണാൻ സാധിക്കുന്നു, ബാധ അയക്കുന്നു. ഹല്ലേലൂയ. 2-ാമതായി കൺസേണിങ് ഫുഡ് ഹല്ലേലൂയ സ്തോത്രം അവരുടെ ആഹാരത്തോടുള്ള ബന്ധത്തിൽ പിറുപിറുക്കുന്നത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അവിടെയും ദൈവം അവരെ ശിക്ഷിക്കുന്നത് 33, 34 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. 3-ാമതായി സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 32 മുതൽ 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വരെ, ഇൻഫാക്ട് 14-ാം അധ്യായം മുഴുവനും നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒറ്റുകാർ ഹല്ലേലൂയ സ്തോത്രം പോയിട്ട് 10 പേരെ എതിരെ നിൽക്കുകയും യോശുവയും കാലേബും ഒഴിച്ച് ഹല്ലേലൂയ എതിരെ നിന്നിട്ട് ഒരു വലിയ പിറുപിറുപ്പ് ഹല്ലേലൂയ ജനസമൂഹത്തിൽ ഉണ്ടാകുകയും അത് മുഖാന്തരം ദൈവം വലിയ ശിക്ഷ അവരിൽ അയക്കുകയും ചെയ്യുന്നത് ആ അധ്യായങ്ങൾ 13, 14 അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. നേതൃത്വ നിരയെ നോക്കിക്കൊണ്ട് പിറുപിറുക്കുന്നത് ഹല്ലേലൂയ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കോരഹിന്റെ സംഗതി വശാലൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെയും ദൈവത്തിന്റെ ന്യായവിധി വരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ അഹരോനെ തിരഞ്ഞെടുക്കുന്നതും മറ്റുമൊക്കെ 16-ാം അധ്യായത്തിന്റെ 41 മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ അവിടെയും ഹല്ലേലൂയ പിന്നെ 6-ാമതായി മരുഭൂമിയിൽ ഹല്ലേലൂയ വഴി നിമിത്തം 2-ാമത് പിറുപിറുക്കുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഏദോമ്യരെതിരായി വന്ന് രാജപാതയിൽ കൂടെ പോകുവാൻ സമ്മതിക്കാതിരുന്നത് നിമിത്തം ഹല്ലേലൂയ പിന്നീട് അവർ ഒത്തിരി നടക്കേണ്ടി വരികയും അത് നിമിത്തം പിറുപിറുക്കുകയും
ഹല്ലേലൂയ കർത്താവ് അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ മന്ന നിമിത്തം പെറുപെറുക്കുന്നത് സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. കർത്താവ് അവിടെ അഗ്നിസർപ്പങ്ങളെ അയക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഓരോ പിറുപിറുപ്പിനും അതിന് തക്കവണ്ണമുള്ള ന്യായവിധി അവർക്ക് ലഭിച്ചത് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് തന്നിട്ടുള്ള നന്മകളിൽ, ആരോഗ്യത്തിൽ, തലമുറകളിൽ, കുടുംബത്തിൽ, സഭയിൽ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് ജോലി, വാഹനം, ഹല്ലേലൂയ സകലത്തെയും ഓർത്തുകൊണ്ട് കർത്താവിനെ നാം മഹത്വം കരേറ്റുകയും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടാകരുതേ. ഇത് നമ്മെ ഈ 6 അധ്യായം പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം ശുശ്രൂഷക വിർണമായിരിക്കണം. കർത്താവിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം എന്നെ 4 പേര് ശുശ്രൂഷിക്കണമെന്നല്ല, ഞാൻ മറ്റുള്ള ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കണമെന്നുള്ളതായ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സെർവിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ ചിന്താഗതികൾ. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 3 അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഡീക്കനസിനും വേണ്ടിയ 19 ഗുണവിശേഷങ്ങളും ക്വാളിറ്റികളും കാണുവാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ അത് പറയുകയാകുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ 6 അധ്യായം വായിച്ചു തീരുവാൻ, പഠിപ്പിച്ചു തീർക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾ എന്തോ എന്ന് ആനലൈസ് ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിൽ ആക്ച്വലി പഠിപ്പിക്കേണ്ടത് കർത്താവിന്റെ ദാസ ശുശ്രൂഷകളെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഈ ദാസ ശുശ്രൂഷയാണ്, ശുശ്രൂഷിക്കുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 10:45 ഹല്ലേലൂയ സ്തോത്രം യെശയ്യാ പ്രവചനം 40 അധ്യായം മുതൽ നമ്മുടെ കർത്താവിന്റെ ദാസ ശുശ്രൂഷകൾ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വിശേഷം 42 അധ്യായം, 49 അധ്യായം, 50 അധ്യായം, 53 അധ്യായം ഇവയൊക്കെ കർത്താവിന്റെ വിവിധ ദാസ ശുശ്രൂഷകളാണ്. എന്റെ ദാസൻ നിലവിളിക്കുകയില്ല, ചതഞ്ഞയോട ഹല്ലേലൂയ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ ദാസ ശുശ്രൂഷയും ദാസ ശുശ്രൂഷയിൽ ഉയർന്നു നിൽക്കുന്ന കർത്താവിന്റെ ക്വാളിഫിക്കേഷനും ഒന്ന് ചിന്തിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അടുത്ത ഒരു 10 ക്ലാസ് പഠിച്ചാലും തീരത്തില്ല. അത് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് ഈ 6 അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കൺക്ലൂഡിങ് വൺ തിങ്, 7 അധ്യായത്തിലേക്ക് നാം അടുത്ത ആഴ്ച കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. 6 അധ്യായത്തിന്റെ കൺക്ലൂഡിങ്ങും അടുത്ത ആഴ്ച നാം എടുക്കുന്നതായിരിക്കും. ചില മിനിറ്റുകൾ 6 അധ്യായത്തിൽ നിന്നും ഹല്ലേലൂയ സ്തെഫാനോസിനെ 6 അധ്യായത്തിന്റെ 9 വാക്യം മുതൽ 8 വാക്യം മുതൽ 15 വാക്യം വരെ ഒരു 3-4 ലെസ് ദാൻ 10 മിനിറ്റ്സ് കൊണ്ട് ചിന്തിച്ചിട്ട് 7 അധ്യായത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ 7 അധ്യായം എല്ലാം വായിച്ചിട്ട് കടന്നു വരണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് ഏറ്റവും വലിയ ശുശ്രൂഷകനായിരുന്നു. നാമും കർത്താവിനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടാകരുത്. മൂന്നാമതായി, പ്രാർത്ഥനയും വചന ശുശ്രൂഷയും വിട്ട് ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുന്നവർ ആകരുത്. ഹല്ലേലൂയ. നാലാമതായി, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഒരു ചെറിയ ശുശ്രൂഷ മേശമേൽ ശുശ്രൂഷിക്കുന്നതാണെങ്കിലും ഹല്ലേലൂയ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഡെസ്ക് മടക്കി വെക്കുന്നതാണെങ്കിലും വാക്യം ചെയ്യുന്നതാണെങ്കിലും തിരുസഭയോടുള്ള ബന്ധത്തിൽ ഒരു ട്രാഷ് ബാഗ് എടുത്തുകൊണ്ട് കളയുന്നതാണെങ്കിലും അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന് ഈ 6 അധ്യായം പഠിപ്പിക്കുന്നത്. ഒക്കെ വലിയ ശുശ്രൂഷകളാണ് എന്നും അത് വിശ്വസ്തയോടുകൂടെ സന്തോഷത്തോടുകൂടെ ദൈവസ്നേഹത്തിൽ ചെയ്താൽ കർത്താവ് നമ്മെ ഉയർത്തുമെന്നും സ്തെഫാനോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെയൊക്കെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യും
എന്ന് നാം അറിഞ്ഞിരിക്കണം. അന്ത്യോക്യക്കാരനായ ഹല്ലേലൂയ സ്തോത്രം ആ പ്രോസലൈസ്ഡ് ജൂവിൽ കൂടെയാണ് അന്ത്യോക്യ സഭയുണ്ടായതെന്നാണ് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം. അപ്പൊ നോക്കുക, ജാതിയിൽ നിന്നും യഹൂദനായി വന്ന ഹല്ലേലൂയ ഒരു കൺവേർട്ടിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ ഹല്ലേലൂയ ജാതീയ മദർ ചർച്ചാകുന്ന അന്ത്യോക്യ സഭ സ്ഥാപിക്കുവാൻ ആ വ്യക്തിയെ ദൈവം ഉപയോഗിച്ചു എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമ്മളിൽ കൂടെയൊക്കെ കർത്താവിന് എത്ര വലിയ ശുശ്രൂഷകൾ ചെയ്യാം എന്നുള്ളത് നമ്മെ ഇന്ന് രാത്രിയിൽ കർത്താവ് ഓർപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് നല്ല സുഖമായ ഉറക്കം ഇന്ന് രാത്രി നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ ധന്യമായി അനുഗ്രഹിച്ചതിനാൽ അങ്ങയുടെ പൊന്നു നാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അവിടുത്തെ വചനത്തിലെ സത്യങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും അവ 100 മേനി ഞങ്ങളിൽ വിളയുവാനും ഹല്ലേലൂയ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനും പരിശുദ്ധ ആത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവെ, ജ്ഞാനം, ഹല്ലേലൂയ നല്ല സാക്ഷ്യമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഹല്ലേലൂയ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അകത്തും പുറത്തും കർത്താവിന്റെ സാക്ഷികളാകുവാൻ വീടുതോറും പേഴ്സണൽ ഇവാഞ്ചലിസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസീവ് ഇവാഞ്ചലിസവും പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ കൂടെയും അനേകായിരങ്ങൾ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ നാശലോകത്തിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് ഏവരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയങ്ങളുടെ നിലവുകൾ അറിഞ്ഞ് ആവശ്യങ്ങൾ